വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചക്ക ജാം ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ബട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യും എടുക്കാം. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് ഉരുകുമ്പോഴേക്കും നമ്മുടെ ചക്കയുടെ ആ ഒരു കൂട്ടൊഴിച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ചക്ക പായസം ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിങ്കീസ് കുക്കിംഗ് വേൾഡ് ചക്ക പായസം അടിച്ചു കൊടുത്താൽ മതി, അത് കിട്ടും കേട്ടോ റെസിപ്പി. അപ്പോൾ 1 കപ്പ് ചക്ക എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ കുറവ് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ പഞ്ചസാര അലിത്താണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി ഒന്ന് ലൂസ് ആയിരിക്കും, കുഴപ്പമില്ല. നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ, അറിയാമല്ലോ. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് കുറുകുമൊന്നും വേണ്ട, ഇത്തിരി ഒന്നൊരു സ്റ്റിക്കി ഫോം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ രാത്രിയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്, അതാണ് ഇങ്ങനെ ഒരു നിഴൽ പോലെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാക്കണ്ട, തണുത്ത് വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ പരുവത്തിന് എത്തിയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് നിന്നാൽ മതി കേട്ടോ. ആ ഒരു പരുവത്തിലോട്ട് എത്തിയിട്ടുണ്ട് എൻ്റെത്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ പരുവം മതി. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമ്മുടെ ചക്ക ജാം റെഡിയാകും. ഓക്കെ, ഞാൻ തീ ഓഫ് ചെയ്യുവാണേ. നമ്മുടെ ചക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ജാമിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നും ഇല്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഡിഷ് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, നല്ലൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ആദ്യം തന്നെ അത് കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.